മമ്മത് കിണറ്റിൽ ചാടില്ല എന്നൊരു ചൊല്ലുണ്ട് അങ്ങ് മലബാറുകളിൽ. ഒരു പ്രത്യേക കാര്യം നടക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജനശ്രദ്ധ ആകർഷിച്ച് വിഷയത്തിന്റെ ഗതി മാറ്റി തന്റെ കാര്യം നേടുന്നവരെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലാണ് ഇത്. നമ്മുടെ സുരേഷ് ഗോപി അഭിനയിക്കാൻ അറിയുന്ന നല്ല അസൽ നടനാണ്. ഇത്രയും വർഷം അഭിനയ മേഖലയിൽ നിന്നതുകൊണ്ടോ അതോ രാഷ്ട്രീയ നേതാക്കൾക്ക് അഭിനയം ഒരു അധിക യോഗ്യത ആയതുകൊണ്ടോ എന്തോ പുള്ളിയുടെ അഭിനയം സാധാരണക്കാർക്കിടയിൽ നല്ലതുപോലെ തന്നെ റിസൾട്ട് ഉണ്ടാക്കാറുണ്ട്. ഈ ഇടയായി സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയും BJP നേതാവും തൃശൂർ MP-യും സിനിമാ നടനുമായ സുരേഷ് ഗോപി പള്ളിയിൽ പോയി പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുത്തതാണ് ഇതിലെ കണ്ടന്റ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു നാടകത്തിന്റെ ആവശ്യം എന്താണ് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. മാത്രമല്ല BJP നേതാവ് മതസൗഹാർദ്ദം കാണിക്കുകയാണ് എന്നുള്ള ചർച്ചയും ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിന്റെ അന്ന് പള്ളികളിൽ പങ്കെടുക്കുകയും കുരുത്തോല കൈമാറ്റം ചെയ്യുകയും അവിടെ വിനീത വിധേയനായി ഒരു പക്ക ക്രിസ്ത്യൻ വിശ്വാസിയായി സുരേഷ് ഗോപി എന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ഏത് മതങ്ങളുടെ പരിപാടികളിലും പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ അത് ചെയ്തത് സുരേഷ് ഗോപിയാണ് എന്നതാണ് പ്രധാന പ്രശ്നം. കാരണം ഒരു തീവ്ര ഹിന്ദു അനുഭാവിയായ, ഹിന്ദു കഴിഞ്ഞാൽ പിന്നെ സുനാമി എന്ന് ചിന്തിക്കുകയും അത് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ സുരേഷ് ഗോപി ഇപ്പൊ കാണിച്ചതും കുറച്ച് കാലങ്ങളായി കാണിച്ചു കൊണ്ടിരിക്കുന്നതും കുറച്ച് ഓവറല്ലേ എന്നാണ് നമുക്കൊക്കെ തോന്നാറ്. മുൻപ് സുരേഷ് ഗോപി അഭിനയിക്കുന്ന സിനിമകളിൽ അദ്ദേഹത്തിന്റെ അമിതമായ ഹിന്ദു അന്ധവിശ്വാസങ്ങൾ കാരണം ലൊക്കേഷനിലെ മറ്റു ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് സിനിമാക്കാർക്കിടയിൽ തന്നെ നടക്കുന്ന ഒരു സംസാരമായിരുന്നു. മുൻപ് തൃശ്ശൂരിൽ ജയിക്കാൻ വേണ്ടി മാതാവിനെ ഉഡായിപ്പ് പൊൻകുരിശ് നേർന്നതും അതിന്റെ പച്ചപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തിയ ആളുമാണ് സുരേഷ് ഗോപി എന്ന നിലയിൽ ഇപ്പോ കയ്യിൽ കൊണ്ടു നടക്കുന്ന കുരുത്തോലയ്ക്ക് ഒന്നല്ല 1000 ഉദ്ദേശങ്ങൾ തന്നെയാവും ഉണ്ടാവുക. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ അടുത്ത തവണയും സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി. ഏറ്റവും രസം, ഇതൊക്കെ നാടകമാണെന്ന് അറിഞ്ഞിട്ടും ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് പൊട്ടന്മാരാവാൻ നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ എന്നതാണ്. ജനങ്ങളുടെ പൾസ് അറിയാനും വിശ്വാസം നേടാനും ഏറ്റവും നല്ല വഴി ദൈവവിശ്വാസം തന്നെയാണ്. ഇത് ഏറ്റവും കൂടുതൽ അറിയുന്നതും അത് പ്രായോഗത്തിൽ വരുത്തുന്നതും സുരേഷ് ഗോപി മാത്രമാണ്. ഇതിന്റെ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾക്ക് നേരെയൊക്കെ ഇത്രയ്ക്ക് മോശമായ രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും അദ്ദേഹത്തിന് കഴിയുന്നതും. ബ്രിട്ടാസ് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. സുരേഷ് ഗോപിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ കൈവശമുണ്ട്. പുള്ളിക്ക് ഇല്ലാത്തത് പുള്ളി ചെയ്യുന്നതിലെ മണ്ടത്തരങ്ങൾ എഡിറ്റ് ചെയ്ത് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ട ഒരു നല്ല എഡിറ്റർ തന്നെയാണ്.